കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പുകമറകൾക്ക് പിന്നിലെ സത്യം തേടിയുള്ള ചർച്ചയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മറ്റാരെക്കുറിച്ചുമല്ല, CPM പാർട്ടിയെയും അവരുടെ ആ പുത്തൻ തിരുത്തൽ നാടകത്തെയും കുറിച്ചാണ്. തോൽവി കിട്ടുമ്പോഴൊക്കെ CPM പറയാറുള്ള ഒരു സ്ഥിരം ഡയലോഗ് ഉണ്ട്, പഠിക്കും തിരുത്തും. എന്നാൽ ഇത്തവണ സംഗതി അത്ര ലളിതമല്ല. ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത് തിരുത്തലല്ല, മറിച്ച് പരസ്പരം പഴിചാരിയും കൊട്ടിയും നടക്കാൻ പോകുന്ന ഒരു വലിയ പോരാട്ടമാണ്. ഈ തോൽവിയുടെ യഥാർത്ഥ കാരണഭൂതൻ ആരാണ്? നമുക്കത് വിശദമായി തന്നെ ഒന്ന് പരിശോധിക്കാം. 2021 കാലം ഒന്ന് ഓർത്തു നോക്കൂ. അന്ന് എല്ലായിടത്തും ഒരൊറ്റ പേരേ ഉണ്ടായിരുന്നുള്ളൂ, ക്യാപ്റ്റൻ ഇരട്ടച്ചങ്കൻ എന്ന ബ്രാൻഡിൽ പിണറായി വിജയൻ എന്ന നേതാവിനെ പാർട്ടി ആകാശത്തോളം ഉയർത്തിവെച്ചു. അന്ന് ആ ബ്രാൻഡിംഗ് കൊണ്ടുവന്ന നേട്ടങ്ങളെ കുറിച്ച് വാഴ്ത്തി പാടിയവർ തന്നെയാണിപ്പോൾ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം പാർട്ടിയെ മുക്കി എന്ന് വിളിച്ചു പറയുന്നത്. സെബാസ്റ്റ്യൻ പോളിനെ പോലെയുള്ള ഇടത് സഹയാത്രികർ പോലും പറയുന്നത് നോക്കൂ, മുഖ്യമന്ത്രിയുടെ ആ ശൈലിയും പെരുമാറ്റവുമാണ് തോൽവിക്ക് പ്രധാന കാരണമെന്ന്. ഒരു കാലത്ത് കടക്കുപുറത്ത് എന്ന് ആക്രോശിച്ചതും മൈക്ക് ഓപ്പറേറ്ററെ തുറച്ചു നോക്കിയതുമൊക്കെ മാസായി കണ്ടിരുന്ന അണികൾക്ക് പോലും ഇപ്പോൾ അത് വെറും അഹങ്കാരമായി തോന്നി തുടങ്ങി എന്നതാണ് സത്യം. 17 വർഷം പാർട്ടി അടക്കി ഭരിച്ച 10 വർഷമായി സർക്കാരിനെ നയിക്കുന്ന പിണറായി വിജയൻ എന്ന ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ് എങ്ങനെയാണ് ഇപ്പോൾ പാർട്ടിയുടെ ഏറ്റവും വലിയ ബാധ്യതയായി മാറിയത്? അവിടെയാണ് MV ഗോവിന്ദൻ മാഷിന്റെ റോൾ വരുന്നത്. മാഷ് ഇപ്പോൾ ഒരു വലിയ തിരുത്തൽവാദിയായി രംഗത്ത് വന്നിരിക്കുകയാണ്. സഖാക്കൾക്ക് ഭയമില്ലാതെ സത്യം പറയാമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ടല്ലേ? പക്ഷേ പാർട്ടിയിൽ സത്യം പറഞ്ഞാൽ പഴയതുപോലെ കസേര പോകുമോ എന്ന പേടി ഇപ്പോഴും അണികളുടെ ഉള്ളിലുണ്ട്. സംഘടനാപരമായ വീഴ്ച എന്ന് സെക്രട്ടറി ആവർത്തിച്ച് പറയുമ്പോൾ അദ്ദേഹം പരോക്ഷമായി വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയുടെ നേർക്ക് തന്നെയാണ്. ഈ പഴിചാരൽ കളി ഇനി അങ്ങോട്ട് കൂടുതൽ ശക്തമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. CPMനെ തോൽപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷേ അവർ തോറ്റു എന്ന് അവരെ ബോധ്യപ്പെടുത്താനാണ് ബുദ്ധിമുട്ട് എന്ന് ട്രോളർമാർ പറയുന്നത് വെറുതെയല്ല. പണ്ട് മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസം തന്നെയായിരുന്നു പാർട്ടിയുടെ കരുത്ത്. എന്നാൽ അത് പിന്നീട് ഏകാധിപത്യ ശൈലിയുടെ അടയാളമായി വ്യാഖ്യാനിക്കപ്പെട്ടു. ക്യാപ്റ്റൻ കപ്പൽ മുക്കുമ്പോൾ മറുഭാഗത്ത് MV ഗോവിന്ദൻ പ്ലാനുകളുമായി രക്ഷിക്കാൻ ഇറങ്ങുകയാണ്. പക്ഷേ തിരുത്തേണ്ടത് താഴെത്തട്ടിലുള്ള അണികളെയല്ല, മറിച്ച് മുകളിൽ ഇരിക്കുന്നവരുടെ ആ ശൈലിയാണെന്ന് വോട്ടർമാർ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. പിണറായിയോ ഗോവിന്ദനോ, ഇതിലാരാണ് തോൽവിക്ക് ഉത്തരവാദി എന്ന പഴിചാരൽ ഇനി AKG സെന്ററിലെ ഇടനാഴികളിൽ വലിയ പോരിന് വഴിമാറും. ഭരണ തുടർച്ചയുടെ അമിത ആത്മവിശ്വാസത്തിൽ ജനകീയ പ്രശ്നങ്ങൾ മറന്നതും അണികളെ പോലും വെറും കൈയടിക്കുന്ന യന്ത്രങ്ങളായി കണ്ടതും തിരിച്ചടിയായി എന്നിപ്പോൾ നേതൃത്വം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഈ സമ്മതം വെറും നാടകമാണോ അതോ യഥാർത്ഥ മാറ്റമാണോ? അതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. തിരുത്തൽ താഴെത്തട്ടിൽ നിന്ന് തുടങ്ങുമെന്ന് പറയുമ്പോഴും യഥാർത്ഥ അഴിച്ചുപണി നടക്കേണ്ടത് തലപ്പത്താണെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ആർക്കാണ് അവിടെ ധൈര്യമുള്ളത്? ഇനി ഇതിന്റെ മറ്റൊരു വശം നമ്മൾ കാണാതെ പോകരുത്. പാർട്ടിയിൽ ഇപ്പോൾ നടക്കുന്നത് ഒരുതരം മ്യൂസിക്കൽ ചെയർ കളിയാണ്. തോൽവിയുടെ ഉത്തരവാദിത്തം വരുമ്പോൾ അത് ആരുടെ തലയിൽ വെക്കുമെന്ന കാര്യത്തിൽ വലിയ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപദേശക വൃന്ദമാണോ അതോ AKG സെന്ററിലെ പണ്ഡിതന്മാരാണോ ഈ പണി പറ്റിച്ചത്? സംഗതി സിമ്പിളാണ്. പിണറായി വിജയൻ എന്ന നേതാവിനെ ദൈവതുല്യനായി വാഴ്ത്തിപ്പാടാൻ മത്സരിച്ചവരാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശൈലി ശരിയല്ല എന്ന് പറയുന്നത്. അധികാരമുള്ളപ്പോൾ ആരും മിണ്ടിയില്ല, പക്ഷേ അധികാരം പോയി കഴിഞ്ഞപ്പോൾ ആ പേടി എല്ലാവരും മാറി, തിരുത്തൽവാദികളായി മാറി എല്ലാവരും. ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത് കൗതുകകരമായ ചില കാഴ്ചകളാണ്. മുഖ്യമന്ത്രി തന്റെ ശൈലി മാറ്റില്ലെന്ന് വാശി പിടിച്ചപ്പോൾ തിരുത്തിച്ചേ അടങ്ങുമെന്ന് MV ഗോവിന്ദൻ ശടിക്കുമ്പോൾ പാവം അണികൾ എന്ത് ചെയ്യും? അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പാർട്ടി തിരുത്തുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണോ അതോ ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കസേര ഉറപ്പിക്കാൻ വേണ്ടിയാണോ എന്ന്. ഈ പഴിചാരൽ കളിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കുണ്ട്, കൂട്ടായ നേതൃത്വം. പണ്ട് പിണറായി വിജയൻ പാർട്ടിയെ തന്റെ വിരൽ തുമ്പിൽ നിർത്തിയപ്പോൾ ആരും ഈ കൂട്ടായ നേതൃത്വത്തെ കുറിച്ച് സംസാരിച്ചിരുന്നില്ല. അന്നൊക്കെ ക്യാപ്റ്റൻ പറയുന്നത് മാത്രമായിരുന്നു നിയമം. എന്നാൽ ഇപ്പോൾ തോൽവി വന്നപ്പോൾ ഉത്തരവാദിത്തം ഏൽക്കാൻ ആരുമില്ല. അപ്പോൾ എല്ലാവർക്കും കൂട്ടായ നേതൃത്വം വേണം. പിണറായിയെ പണ്ട് പുകഴ്ത്തിയവർ തന്നെ ഇപ്പോൾ പതുക്കെ പതുക്കെ പിന്നിൽ നിന്ന് കുത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഗോവിന്ദൻ ചെങ്കോലുമായി നിൽക്കുമ്പോൾ ക്യാപ്റ്റൻ തന്റെ ഡബിൾ ചങ്ക് ഒന്ന് കൂടി ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഇനി നമുക്ക് കേരള രാഷ്ട്രീയത്തിലെ മൊത്തത്തിലുള്ള ആ ഒരു കോമഡി സീൻ ഒന്ന് നോക്കാം. ഒരു വശത്ത് ഭരണപക്ഷത്ത് അടി നടക്കുമ്പോൾ മറുവശത്ത് സംഗതി മോശമല്ല. നമ്മുടെ കോൺഗ്രസിൽ ഇപ്പം എന്താ നടക്കുന്നത്? മറ്റൊരു ലെവൽ കളിയാണ് അവിടെ. തിരഞ്ഞെടുപ്പ് ജയിച്ചു, ഇനി അടുത്ത മുഖ്യമന്ത്രി കസേരയിൽ ആരിയ്ക്കും എന്നതിനെ ചൊല്ലിയാണ് അവിടെ തല്ല്. എന്നാൽ ഈ കളി CPMലേക്ക് വരുമ്പോൾ അല്പം കൂടി ഗൗരവമാവും.
കോൺഗ്രസിൽ കസേരയ്ക്ക് വേണ്ടിയുള്ള തല്ലാണെങ്കിൽ CPM-ൽ ഇപ്പോൾ നടക്കുന്നത് തോൽവിയുടെ ഉത്തരവാദിത്തം ആരുടെ തലയിൽ കെട്ടിവെക്കും എന്നതിനെ ചൊല്ലിയുള്ള കയ്യാങ്കളിയാണ്. പരാജയം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓരോരുത്തരും ഓരോ വഴിക്ക് മാറി നിൽക്കുകയാണ്. പിണറായി വിജയനെ കുറ്റം പറയാൻ സെക്രട്ടറിയും സംഘടന മോശമാണെന്ന് പറയാൻ എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു കൂട്ടർ ജയിക്കുന്നതിന് മുമ്പേ കസേരയ്ക്ക് വേണ്ടി അടികൂടിയപ്പോൾ മറുഭാഗം തോറ്റതിനു ശേഷം പരസ്പരം പഴിചാരി സമയം കളയുകയാണ്. ഇത് കാണുന്ന പാവം ജനങ്ങൾ എന്തു ചെയ്യണം? ഒരാൾക്ക് വോട്ട് ചെയ്താൽ അവർ മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി തമ്മിൽ തല്ലും, മറ്റേയാൾക്ക് വോട്ട് ചെയ്താൽ അവർ തോൽവിയുടെ കാരണഭൂതനെ തേടി പോരാട്ടം നടത്തും. ഇതാണ് ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ. കേരളത്തിലെ രണ്ട് പ്രധാന പാർട്ടികൾ ഇപ്പോൾ ഈ തമ്മിൽ തല്ലി ട്രാക്കിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ജനകീയ പ്രശ്നങ്ങളും വികസനവും ഒക്കെ വെറും നോക്കുകുത്തികളായി മാറുന്നു എന്നതാണ് ഏറ്റവും വലിയ സങ്കടം. ഈ പഴിചാരലും കസേരകളിയും എന്ന് അവസാനിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. ഇനിയാണ് ഇതിലെ ഏറ്റവും രസകരമായ ഭാഗം. പാർട്ടിക്കുള്ളിലെ ഈ അടി നടക്കുമ്പോൾ നമ്മുടെ സൈബർ സഖാക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത്രയും കാലം ക്യാപ്റ്റൻ എന്നും ഇരട്ടച്ചങ്കരെന്നും പറഞ്ഞ് ക്യാപ്സ്യൂളുകൾ ഇറക്കി കഷ്ടപ്പെട്ട പാവങ്ങൾ ഇപ്പോൾ നേതാക്കൾ തന്നെ പരസ്പരം പഴിചാരുമ്പോൾ ഏത് ക്യാപ്സ്യൂൾ വിഴുങ്ങണമെന്നറിയാതെ അവർ അന്തം വിട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ ന്യായീകരിക്കണോ അതോ സെക്രട്ടറിയെ പിന്തുണയ്ക്കണോ? സോഷ്യൽ മീഡിയയിൽ പണ്ട് മാസ് കാണിച്ചവർ ഇപ്പോൾ തിരുത്തൽ എന്ന വാക്കിന് പുതിയ അർത്ഥം തിരയുകയാണ്. സത്യം പറഞ്ഞാൽ ഈ പരാജയം പെട്ടെന്നുണ്ടായ ഒന്നല്ല. രണ്ടാമതും അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായ ആ ഒരു അമിത ആത്മവിശ്വാസം, അതാണ് വിനയായത്. ഞങ്ങൾ എന്ത് ചെയ്താലും ജനങ്ങൾ കൂടെ ഉണ്ടാകുമെന്നൊരു തോന്നൽ നേതൃത്വത്തിന് വന്നു. ആ ഒരു അഹങ്കാരത്തിൽ നിന്നാണ് ആരെയും ഗൗനിക്കാതെ ആ ഭരണശൈലി ഉണ്ടായത്. ജനകീയ പ്രശ്നങ്ങൾ തെരുവുകളിൽ പുകയുമ്പോൾ അത് കാണാതെ ആകാശത്തൂടെ പറക്കാൻ നോക്കിയതിന്റെ ഫലമാണ് ഇപ്പോൾ ഈ കാണുന്ന തിരിച്ചടി. ഇനി ഇതിന്റെ മറുപുറം നോക്കിയാൽ കേരളത്തിലെ വോട്ടർമാർ ഇപ്പോൾ വളരെ സ്മാർട്ടാണ്. വെറും കിറ്റും പെൻഷനും നൽകിയാൽ മാത്രം വോട്ട് കിട്ടില്ലെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. അന്തസ്സായി ജീവിക്കാനുള്ള സാഹചര്യവും ഭരണാധികാരികളുടെ മാന്യമായ പെരുമാറ്റവുമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനു പകരം കടക്ക് പുറത്ത് ശൈലിയും അണികളുടെ ഗുണ്ടായുസവും കാണിച്ചാൽ ഏത് വലിയ കോട്ടയായാലും ജനങ്ങൾ അത് തകർക്കും. ഈ പഴിചാരൽ കളിയിൽ നമ്മൾ കാണുന്ന മറ്റൊരു വൈരുദ്ധ്യമുണ്ട്. പണ്ട് പാർട്ടിയെ ചീത്ത പറഞ്ഞവരെല്ലാം ഇപ്പോൾ തിരുത്തൽവാദികളായി വേഷം കിട്ടുകയാണ്. പിണറായിയുടെ അടുപ്പക്കാർ പോലും പതുക്കെ പതുക്കെ കളം മാറുകയാണ്. ഗോവിന്ദൻ മാഷ് പറയുന്ന തിരുത്തൽ പാർട്ടിയെ പഴയ ജനകീയ പാർട്ടിയാക്കുമോ അതോ അധികാരം നിലനിർത്താനുള്ള മറ്റൊരു തന്ത്രമായി മാറുമോ? ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് ക്യാപ്റ്റനും MV ഗോവിന്ദനും പിണറായി വിജയനും തമ്മിലുള്ള വലിയൊരു യുദ്ധമായിരിക്കും. അണികൾ പോലും അറിയാതെ പാർട്ടി ചിഹ്നം ഉപേക്ഷിച്ച ആ വോട്ടിങ്ങിന്റെ കാരണം കണ്ടെത്താൻ ഇവർക്ക് കഴിയുമോ അതോ പതിവ് പോലെ പഠനവും തിരുത്തലുമായി അടുത്ത തോൽവി വരെ ഇങ്ങനെ മുന്നോട്ട് പോകുമോ? എന്തായാലും കേരളം കാത്തിരിക്കുകയാണ് ആ വലിയ തിരുത്തൽ സർക്കസ് കാണാൻ. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പിണറായിയുടെ ശൈലിയാണോ അതോ സംഘടനാപരമായ പാളിച്ചയാണോ ഈ വമ്പൻ തോൽവിക്ക് കാരണം? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.